ഹായ്, എന്ന് വന്ന അമേരിക്കന്ന്? ഓ മൈ ഗോഡ്, നീയൊക്കെ ഇപ്പോഴും ഉണ്ടോ? യെസ്റ്റർഡേ മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ വന്നത്, നൈറ്റ് 10:30. ഓ സോറി, ഞാനിപ്പോഴും US ടൈമിൽ തന്നെയാ. ഞാൻ അവിടുന്ന് പോന്നാലും ഞാൻ ഇപ്പോഴും US തന്നെയാ ജീവിക്കുന്നേ. ഓ, കണ്ടിട്ട് മനസ്സിലാവണ്ടായില്ല. രാവിലെ തന്നെ എവിടേക്കാ? ജോഗിങ്ങിനാണോ? ഓ, ജോഗിങ് ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. US ഞങ്ങൾക്ക് ജോഗിങ്ങിന്റെ ഒരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. ഈവൻ ബിൽ ഗേറ്റ്സ് വരെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലാണ്. ഓ, ഇയാളുടെ വേഷമൊക്കെ ആകെ മാറി. പാന്റ്, ഷൂസ്, ടീഷർട്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ പോയേ. ഓ, ഈ പാന്റ് ഇത് ഞങ്ങൾ ഡാലസിനാ വാങ്ങിച്ചത്. ഈ ഷൂ വന്നിട്ട് വാഷിംഗ്ടണിനാ വാങ്ങിയത്. ഈ ടീഷർട്ട് വന്നിട്ട് ഷിക്കാഗോന്നാ ഞങ്ങൾ വാങ്ങിച്ചത്. ബൈ ദ വേ, സുഖല്ലേ നിനക്ക്? മോർണിംഗ് എന്തെങ്കിലും നീ കഴിച്ചിരുന്നോ? ആ, കഴിച്ചു. ഞാൻ കഞ്ഞി കുടിച്ചു. ഓ മൈ ഗോഡ്, കഞ്ഞിയോ? അങ്ങനെ ഒരു സാധനം ഇപ്പോഴും കേരളത്തിലുണ്ടോ? അതിന്റെ കൂടെ എന്തോ ഒരു സാധനം, തേങ്ങ, മുളക്, പുളിയൊക്കെ ചേർത്തിട്ട് അത് എന്താ സാധനം ഉണ്ടോ? അത് ചമ്മന്തി. ഓ യെസ്, ചമ്മന്തി. അതൊക്കെ ഇപ്പോഴും ഉണ്ടോ ഇവിടെ? നീ ആ പഴയ കൗസല്യല്ലേ? ആ കഞ്ഞി ചമ്മന്തി കുടിച്ചല്ലേ നീ ഇത്ര കാലോട് ജീവിച്ചിരുന്നേ? ഓ, കൗസല്യോ? നോ, US കൗസല്യ എന്ന് പറഞ്ഞ പേര് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പേര് കൗസു എന്നാക്കി. യു കോൾ മീ കൗസു. ഓ മൈ ഗോഡ്, എന്താ അത്? അത് നമ്മുടെ ഓട്ടോറിക്ഷ അല്ലേ? നീ കണ്ടിട്ടില്ലേ? ഓട്ടോറിക്ഷയോ? അതിപ്പോഴും കേരളത്തിലുണ്ടോ? ഒരു വണ്ട് മാതിരി. നിനക്ക് ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ ഇത്രയും ദൂരം പോയി വരാൻ നല്ല ബുദ്ധിമുട്ടായി ഉണ്ടാവൂലേ? ഓ, ഫ്ലൈറ്റിലെ കാര്യം ഒന്നും പറയണ്ടാന്നേ. ഞാൻ ബിസിനസ് ക്ലാസ്സിലാണല്ലോ വന്നത്. ഞാൻ അങ്ങനെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴേ എന്റെ തോളത്ത് ആരോ തട്ടുന്ന പോലെ എനിക്ക് തോന്നി. ആരാ? നമ്മുടെ തമിഴ് സൂപ്പർ ആക്ട്രസ് തൃഷയായിരുന്നു. തൃഷയോ? ഓ, അതൊക്കെ എന്ത്! ഞാനും തൃഷ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാ പോന്നത്. ഓ, ഞാൻ പിന്നെ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ അമേരിക്കയിൽ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോ ഞാനൊരു ചായ കുടിക്കാനായിട്ട് അമേരിക്കയുടെ ആ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ നടന്നേ. അപ്പൊ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ആരാ ഇരിക്കണേ? മമ്മൂക്ക കണ്ടപ്പോ തന്നെ എന്നോട് ചോദിക്കുക, മലയാളിയല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഓ സന്തോഷായി എന്ന് പറഞ്ഞു. അപ്പൊ മമ്മൂക്ക എന്നോട് ചോദിക്കുക, എനിക്ക് കുറച്ച് ചോറ് മീൻകറി ഉണ്ടാക്കി തരുമെന്ന്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, മമ്മൂക്കയ്ക്ക് ഞാൻ ചോറ് മീൻകറി ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. എന്നിട്ട് ചോറ് മീൻകറി കഴിച്ച ആള് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. എന്റെ പൊന്നെ, അങ്ങനെയൊക്കെ ഉണ്ടായ? ഓ, മഴ പെയ്യുന്നു. എന്റെ ജോഗിങ് കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ പോട്ടെ. ഇവിടെ പാടത്തും പറമ്പിലും പണിയെടുത്ത് കഞ്ഞിയും ചമ്മന്തിയും കുടിച്ച് നടന്ന പെണ്ണുമ്പിള്ളയാ. ഇപ്പൊ മോളുടെ അടുത്ത് ഒരു 5-6 മാസം പോയി വന്നപ്പോഴേക്ക് ആളുടെ മാറ്റങ്ങളെ എന്താ കലികാലം, അല്ലാതെ എന്താ പറയാ. ഏയ് കൗസു, എടി കൗസല്യേ, നീയായിരുന്ന? കൗസു എന്ന് വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല, കൗസല്യ എന്ന് വിളിച്ചപ്പോഴാ എനിക്ക് മനസ്സിലായേ. എങ്ങോട്ടാ? സഞ്ചിയൊക്കെ തൂക്കിയിട്ടുണ്ടല്ലോ. ഞാനീ പീടികയിലൊന്ന് പോണതണേ. 50 മുളകും 50 മല്ലിയും പിന്നെ റേഷൻ കടയിലൊന്ന് പോണം. കുറച്ച് അരിയൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കാനാണല്ലേ? എനിക്കിപ്പൊ കഞ്ഞിയും ചമ്മന്തിയും കുടിച്ചില്ലെങ്കിൽ ഏതാണ്ടും പോലെയാ. എനിക്ക് കഞ്ഞി കുടിക്കാണ്ട് പറ്റൂലപ്പ. ഇപ്പൊ മനസ്സിലായ കഞ്ഞി എന്തിട്ടൊക്കെയാണെന്ന്? ഇപ്പഴാ നീ പഴയ കൗസല്യായേ. ഞാൻ പോട്ടെ, റേഷൻ കട അടയ്ക്കാവോ?